ഹലോ ഗായ്സ്, എൻ്റെ പേര് നമ്മുടെ ഇന്നത്തെ വീഡിയോ അറിയാം മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. സോ മൈൻക്രാഫ്റ്റിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വേൾഡ് ഉണ്ടാക്കിയിട്ടു. അപ്പോൾ ആ വേൾഡിനകത്ത് ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ കയറി. അപ്പോൾ ആ വേൾഡ് നമ്മൾ ചെയ്യുന്നൊന്നും ആയിട്ടില്ല. സോ അത് കാരണം നമ്മൾ ഒന്നും കൂടി വേറൊരു വേൾഡ് കയറി. അതിനകത്ത് ഒന്നും വന്നിട്ടില്ല. സോ ഗൈസ് അത് നമുക്ക് വേറൊരു വേൾഡ് കയറി ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിസോഴ്സ് പാക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ അങ്ങ് ഓൺ ചെയ്തിട്ടേക്കുക. ഓക്കെ, എല്ലാം ഓൺ ചെയ്തു കേട്ടോ. എക്സ്പെരിമെൻ്റ് എല്ലാം ഓൺ ചെയ്യണം കേട്ടോ. പക്ഷേ ബിഹേവിയർ പാക്കേജ് വന്നിട്ട് ഈ രണ്ടെണ്ണം അങ്ങ് ഇടുക. ശേഷം ക്രിയേറ്റ് എനിവേ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ വേൾഡ് ക്രിയേറ്റ് ആവും. സോ ദൈവമേയൊക്കെ ഉണ്ട്, സ്പൂസിലൊന്നും വരല്ലേ. ഷിപ്പനെ വേറെ എവിടെയെങ്കിലും ആവണേ. എനിക്കറിയില്ല എവിടെ സ്പോണാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗോയിങ് ഓൺ. അറിയില്ല, നോക്കാം ഗൈസ്. നോക്കാം എവിടെ വരുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. നോക്കാം. ഇന്ന് വീഡിയോ ഇടാൻ ഗൈസ് ചെറുതായിട്ടൊന്നും വൈകിപ്പോയി വരും. നമ്മൾ ചെറിയായിട്ട് ബിസിയാണ് ഗൈസ്. ചെറുതായിട്ട് നമുക്ക് ക്രിക്കറ്റ് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ രാവിലെ 6 മണിയാകുമ്പോൾ പോയി ഒരു 10 മണി ആയപ്പോഴത്തേക്കും വന്നു. 10 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് കഴിക്കും. പിന്നെ രാവിലെ കുളിച്ച് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണ്ട ഒരു കടയിൽ കഴിഞ്ഞുകൊണ്ട് നല്ലോണം കുളിച്ചുകൊണ്ട് വിശക്കുന്നുണ്ട്. രാവിലെ ഒരു 10 ഫുഡ് അടിച്ചിട്ടുണ്ട്. 10 ആയപ്പോഴത്തേക്കും ഞാൻ റെഡിയായിരുന്നു. അപ്പോഴത്തേക്കും 10 കൊച്ചൊന്നപ്പോൾ 1 നേരം കൊണ്ടിടാൻ ഇരിക്കണം. നമ്മൾ വരുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോ എടുക്കാം. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഫസ്റ്റിനെ വുഡ് ഭാഗ്യ വുഡുള്ളടത്തൊക്കെ കൊണ്ട് നിർത്തിയത്. നമുക്ക് ഇത് ചെയ്യണം. നമുക്ക് ഫുള്ള് വുഡ് നമുക്ക് വുഡ് എടുക്കാം. വുഡ് പറഞ്ഞൊക്കെ വരിപ്പോവാ. എന്നാ അറിയില്ല, പൈസ ആയില്ലേ. 1000 കൊച്ചനെ ആയില്ലേ. അതിൻ്റേതായ ഓരോ കുഴപ്പങ്ങളെ. അതെ, ഷീപ്പ് ഫസ്റ്റ് ഷീപ്പിനെ വന്നു. ഓക്കെ, നിന്നെ അങ്ങ് ബില്ലിയാടാക്കാം. കൊച്ചുകൾക്ക് ഡിസ്ക്ലൈമർ ഞാൻ വേണമെങ്കിൽ തരാം. അവിടെ നിൽക്കട അവിടെ. ചത്തി എന്തേലും ഉണ്ടോ? ഹായ് ജിറാഫ് ആലോകി കേസിയാ പറഞ്ഞില്ല. ഇത് ജിറാഫ്. അയ്യോ ലയണ അതിൻ്റെ അടുത്തോട്ട് പോലെ കഴിഞ്ഞ ഹാർഡ് കോർ ഓർമ്മയുള്ളതുകൊണ്ട് ജിറാഫ് ഞാൻ കാണിച്ചു തരാം. ഇതാണല്ലേ ഒരു അടി കൊടുത്ത് കാണിച്ചു തരാം. തിപ്പനെ കൊല്ലി. ഞാൻ ഓടണേ സത്യം പറയാൻ എനിക്ക് പേടിയാ. ലയണ മട്ടൻ കാണിക്കാം. മട്ടൻ വേണോ? അവൻ കാല് ചുടത്തിരിയും ചത്താ കാലും അല്ലേ. ഞാനിപ്പോൾ അവിടെ ചത്തേ. പക്ഷെ ഇവിടെ ജിറാഫ് നോക്കട്ടെ. ജിറാഫിനെ കണ്ടാൽ ഞാൻ ചത്ത ഇവിടെ. ജിറാഫേ അതെ അവിടെ ചത്തുണ്ട്. വേണം എൻ്റെ കൊല്ലാൻ. ഒരു എക്സാമ്പിൾ കാണിച്ചു. ചേട്ടാ ഒന്നുമില്ല ചേട്ടാ. ചേട്ടാ പേടിയാട്ടാ. പേടിയൊന്നുമില്ലേ. നമ്മക്കാരായിട്ട് പേടിയായിട്ട്. നമുക്ക് കുറച്ച് വുഡ് എടുക്കാം. വുഡ് നമുക്ക് ഇനി പ്ലാങ്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ടൂൾസുകൾ റെഡിയാക്കണം. ഇതെന്ന് വെച്ചാൽ എക്സ്പ്ലോർ ആയിരിക്കും. വലിയൊരു ഹാർഡ് കോർ അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. ഓൺലി ഫോക്കസ് ഓൺ ലൈക്ക് ബെഡ് അങ്ങനത്തെ ഉള്ളതാണ് ഫോക്കസ് ചെയ്യുള്ളൂ. ഒരു ഇതായിട്ട് നമ്മളങ്ങനെ അത് പെട്ടെന്ന് എല്ലാം ചെയ്യണം. സാധാരണ ഇത്രയോട്ടൊന്നും കളിക്കുന്നത്. ഫുൾ വുഡൻ ടൂൾസ് ആക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അയ്യോ, ഇവന് വീട് പണിയാൻ ഇത്രയും പണിയുണ്ട് വരുമല്ലോ. അയ്യോ വേണ്ട. വീട് പണിത് കഴിഞ്ഞാൽ അവൻ്റെ തല പുറത്തായി. എൻ്റെ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ. കൊച്ചനെ ഈ ഡബിൾ ബാരൽ ഗണ്ണ് കണ്ടിട്ടുണ്ട്. റെഡ് ഗണ്ണ് അവൻ്റെ ഉച്ചലയിൽ. അയ്യോ സോറി. ലയണ കൊന്നു നോക്കിയല്ലോ. എൻ്റെ അടുത്തേക്ക് അയ്യേ ലയൺ ചമ്മി. അയ്യേ എന്ത് കിട്ടും നമ്മൾ ലയൺ കൊന്ന് അടിച്ചോണ്ടിരിക്കുക. ഇവന് കയറാൻ അറിയില്ല. നമുക്ക് അടിച്ചു കൊല്ലാം.
വട 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 കൊച്ചനെ. ഇനി ഓമാരെ കൂട്ടത്തോടെ ഒന്ന് എന്നെ കൊല്ലൂ. കൂട്ടത്തോടെ ഒന്ന് എന്നെ കൊല്ലൂ. കൊല്ലനെ മരിച്ച ആത്മാവ് കൂട്ടങ്ങളെ വിളിച്ചുകൊണ്ട് ചത്തുമാരൊക്കെ അങ്ങനെ. ഇതെന്തത് ബീഫാ? അതാണ് ഡ്രോപ്പ് ചെയ്യടാ. ബീഫും വെച്ചിട്ട് ലെതറും കൊള്ളാല. നമ്മൾ കണ്ട ജിറാഫേട്ടൻ. ചേട്ടാ 2 ദിവസത്തേക്ക് ചേട്ടനൊന്നും വേണമായിരുന്നു. വീണ്ടും പണിയൊക്കെ കഴിയണമെങ്കിൽ പിക്കിനുള്ളതായിട്ടുണ്ട്. നമുക്കൊരു ആക്സും കൂടി റെഡിയാക്കാം. ഒരാക്സ്, ഷവൽ, സ്വാഡ് റെഡി. നമുക്ക് വേണ്ടത് ഫർണസാണ്. ഫർണസിനുള്ളത് മെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ ടൂൾസും ഫർണസിനുള്ളത് എല്ലാവർക്കും വേണമെങ്കിൽ കാണിച്ചു തരില്ല. ചിലക്കുടി ചെന്നൊക്കെ പോകുമ്പോ പെണ്ണിനെ കണ്ടപ്പോ അയ്യോ പീങ്ങാരി പെണ്ണിനെ കണ്ടു ഞാൻ. ചെമ്പല്ലി ചെമ്മീനെ പെണ്ണിൻ്റെ വീട്ടുകാര് നീയുള്ള പഴക്കണമീനാണ്. എന്തൊക്കെയാടെ വിളിച്ചാണ് എന്തൊക്കെയാടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എനിക്കറിഞ്ഞോളൂ. നീ പറ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? പാട്ട് സ്പോൺസേർഡ് ബൈ നവീൻ. ഓക്കെ, ഇത് കോബിൾ സ്റ്റോൺ നമുക്ക് മൈൻ ചെയ്യാം. മൈൻ ചെയ്ത് മണ്ടനാണോ? അവിടെ നിന്ന് വന്നാൽ മതിയായിരുന്നല്ലോ. ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ആ കൂടെ കളിക്കുക. എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും റിസോഴ്സസ് എനിക്ക് നല്ലതായിരിക്കും. കോളിനെ ഞാനിവിടെ അഭിനന്ദിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപമാനിക്കുന്നു ആയാലും അമ്മേ അയ്യോ വേണ്ട ചേട്ടനോട് ഞാനൊന്നും നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു തന്നെ. എനിക്ക് നാണമുണ്ടോ? എന്നെ 4 പേര് അറിയുന്നുണ്ടോ? എനിക്ക് എന്തിൻ്റെ അസുഖമാണെന്ന്? ആനെ നിക്കടാ. ഓക്കെ, പൊന്നെ അവൻ ഇഷ്ടപ്പെട്ടന്നെ. അപ്പം ഇവൻ എന്ത് ചെയ്യണേ? ഇവന് സാഡിലിട്ട് കൊടുക്കണോല്ലേ ബ്രോ? തൽക്കാലത്തേക്ക് എൻ്റെ ഒരു സാഡിലില്ല. എനിക്കൊരു അയം കിട്ടുകയാണെങ്കിൽ ഞാൻ കുറേ കിട്ടുന്നേനെ. അത് അപ്പോൾ എൻ്റെ കൂടെ വരാമോ? ഒന്നേ തരാം. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നമുക്കൊരു അയം ഒപ്പിച്ചിട്ടില്ല. വില്ലേജാണ് ഞാൻ കിട്ടുന്നത്. കണ്ടത് അല്ല അങ്ങനെ വില്ലേജ് ഒന്നും പിന്നെ അങ്ങനെ വില്ലേജ് സ്പോണിൻ്റെ തൊട്ടടുത്ത് അങ്ങ് വില്ലേജ് അങ്ങ് വരാൻ പോലും അങ്ങനെ സംഭവിക്കൊന്നുമില്ല. അതുകൊണ്ട് ആദ്യമായിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആദ്യമായിട്ടിരിക്കും. റിസൾട്ട് സംഭവിക്കാത്തതുകൊണ്ട്. നമുക്കിവിടെ കേവ് ഉണ്ട്. ബെസ്റ്റ് കേവ്. എന്താ ഇവിടെ കേവെങ്കിലും ഉണ്ട്. നമുക്കത് തപ്പിയിട്ടേ ചായൻ വേണമായിരുന്നു. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇവനാണ് ഇഷ്ടപ്പെട്ടത്? അത് ഇവൻ തന്നെയാണോ? കറയത്തിരി പിന്നെ ഇവിടെ വന്ന് വന്നത്. ഈ ആനേനെ കിട്ടിയിട്ട് സവാനയിൽ വന്നൂലേ? ഹായ് ഹലോ ഇങ്ങനെ കൊത്തുവോ തിരിച്ച്? ഇങ്ങനെ കൊത്തുവാടാ? ഇല്ല ബീഫാ. ബീഫ് കിട്ടി. ബീഫ് കിട്ടി അതൊക്കെ മതി. അതിനത് എന്ത് തടിച്ച് നമ്മൾ തിരിച്ചടിക്കോ? ഇല്ല പേടിയാണ് പക്ഷെ പാവമാണ്. ഞാൻ വെറുതെ അടിച്ച് നോക്കിയിട്ട് റെസ്റ്റ് ചെയ്ത് വിഷമമാണ്. നമ്മളെ പ്ലെയിൻസിനേക്കാളും ഇവിടെയാണ് കൂടുതലും മോപ്സ് പോകാനാണ്. സോ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ തന്നെ ഒരു വീട് പണിയാം മാക്സിമം. ഇതൊക്കെ ഹിപ്പോപ്പൊട്ടാമസ്. ഹലോ വേണ്ട, അടിച്ചു കഴിഞ്ഞാൽ എന്നെ പറപ്പിച്ച് കയറി കിട്ടുമെന്ന് അറിയാൻ വേണ്ട. ഇതെന്ത് കൊളക്കൂഴി? ഇത് മറ്റേ ഡൂഡോ കൊത്താൻ പറ്റിയത് പൊളാശി എന്നെ കൊല്ലാൻ പറ്റാ. ഒരടി കൊടുത്തോളൂ. ഇപ്പം ഞാൻ കത്താനാ ചാവലെന്നല്ല എന്നെ കുഞ്ഞെന്നെ റിവെഞ്ച് അടിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും അയണുണ്ടോ? ഷെയർ ഇടാത്തതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല.
പ്ലീസ് അപേക്ഷിക്കുകയാണ് ഞാൻ. അയ്യോ അയാളുണ്ടോ അവിടെ? അയണില്ല, ഞാൻ വെറുതെ വന്നതാന്ന് ഞാൻ വിചാരിക്കുള്ളൂ. ഇവിടെ അയണില്ല ഗൈസ്. ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് ചുമ്മാ എൻ്റെ ഓക്സിജൻ കളഞ്ഞു. അയ്യോ ഞാൻ ഡാമേജ് എടുത്താൽ മോനെ വയ്യ. എന്നാ ഞാൻ ഡാമേജ് എടുത്ത് പെട്ടിയാവാൻ ഇരിക്കുക. ഞാൻ അടുത്ത ഡാമേജ് കൂടി. ഗൈസ് വില്ലേജ് ലെറ്റ്സ് ഗോ വില്ലേജ്. അപ്പോൾ ആ ഗോളത്തിൻ്റെ അടുത്ത് തീരുമാനം. നമ്മൾ അങ്ങനെ തീരുമാനിണ്ട. ഗോളത്തിനെ കൊല്ലുക, സാഡിൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ സാഡിൽ വേണ്ട. അതെന്തോ ഇതാ കെട്ടി വെച്ചാൽ എനിക്ക് കണ്ണ് കാണാൻ വയ്യ. സൂം ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. സൂം ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്ന് നോക്കുക. അതിൻ്റെ മണ്ടയിൽ എന്താ ആനേനെ പിടിച്ച് നിർത്തിയേക്കണ? അയ്യോ സോറി ചുമ്മാ ആനേനെ വിളിക്കരുത്. അവൻ എൻ്റെ ഫ്രണ്ടാണ്. അത് എനിക്കറിയില്ലല്ലോ. യെസ്, എൻ്റെ ലക്ക് നോക്ക്. കൃത്യം നൈറ്റാണ്. കൃത്യം വില്ലേജും കിട്ടി. യപ്പ് ഇതെന്ത് ജന്തു? നമ്മളാവല്ലേരിക്കും. മ്ലാവ് വല്ലേരിക്കും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇതിനുള്ള ബ്ലാസ്റ്റ് ഫേമസ്. ഇവിടെ ഇച്ചിരി ലെങ്ത് ഉണ്ടാവും കേട്ടോ. കാര്യം നമുക്ക് ഇതിനകത്ത് കുറേ പറയാനുണ്ട്. ഹലോ, ഞാൻ ഫുഡും ഇല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. അയ്യോ ഇത് ഞാൻ ലൂട്ടി തരാം. പിന്നെ ലൂട്ടി ചെയ്യാൻ ബെഡ് അവിടെ കിടക്കാനുള്ള ബെഡ് അവിടെ. എന്നാൽ വീട്ടിൽ കാണും. ഞാൻ കയറി കിടന്ന് ഉറങ്ങാൻ പോകും. പിന്നെ അതിനകത്ത് ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? കിടന്നിട്ടുണ്ടെങ്കിൽ ചേട്ടാ നിങ്ങൾ കിടന്നാൽ ശരിയാവില്ല. ഞാൻ കിടന്നാലേ ഇവിടെ നൈറ്റ് മാറുള്ളൂ. അതാണ് എൻ്റെ ഗുണം. വെറുതെ പുറത്ത് പോയി ചാവാൻ നിൽക്കേണ്ട അകത്തുണ്ട്. അടുത്തില്ല. ഇതന്നെ ഞാൻ സ്പോണായപ്പോൾ തന്നെ ഞാൻ കൊണ്ടുവന്നതാ. പേടിയൊന്നും. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടിങ്ങനെ മൈൻക്രാഫ്റ്റ് ബട്ട് ഐ കാൺ ടച്ച് ഗ്രാസ് അങ്ങനെയല്ല സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ചെയ്യാം. ഡയമണ്ട് ഓൾസ് ആർമർ, കോപ്പർ ഓൾസ് എന്തായാലും ഉണ്ടല്ലോ. കളക്ട് ചെയ്ത് വെച്ചേക്കാം. ബൈസ് നമുക്ക് ഒരു ലെതർ വേണം. അപ്പോൾ ആരെ കൊല്ലു ലെതറിന്? അതെന്തത്? കാണ്ടാമൃഗോ? കാണ്ടാമൃഗോ? ഇതെന്തത്? അയ്യോ ഇതെന്ത് കാണ്ടാമൃഗോ? അറിയില്ല. ചേട്ടാ താഴെ ആരോ വിളിക്കണേ. താഴെ വിളിക്കണേ ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ഫുഡ് അടിച്ചിട്ട് നമുക്ക് ഫുഡ് എടുത്തുണ്ടോ എന്നിട്ട് നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ കളക്ട് ചെയ്യാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഫുഡ് കൊണ്ടു കളക്ട് ചെയ്യാൻ. അയൻകുളത്തിൽ കൊല്ലണ്ട അതിനുള്ള ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കൊല്ലണ്ട, ജീവിച്ചോട്ടെ. നമ്മൾ വെറുതെ എന്തിന് മറ്റുള്ളവരെ ജീവൻ നമ്മൾ വെറുതെ ബലി കൊടുക്കണം. ഈ പറയണ ആൾ ബെസ്റ്റാണെന്ന് ആലോചിക്കണം കേട്ടോ. ഫസ്റ്റ് വീഡിയോ തന്നെ വില്ലേജിലെ അയൻകുളത്തിലെ പോയി തല്ലിക്കൊന്ന് കുടിച്ചുകൂടി അയൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പിക്കാക്സ് ഉണ്ടാക്കി അവനായിരുന്നു. ലെതർ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ലാമ ഉണ്ടായി തല്ലിക്കൊല്ലായിരുന്നു. ലാവ കാര്യമാണ്. സോറി ലാവാന്ന് ഞാൻ പറയണം. അതെന്ത് കിളിയാണത്? കൊത്തമ്മ അങ്ങനത്തെ അല്ലായിരിക്കും. പുലി വേറെ ഞാനല്ല അത് പുലി. അമ്മേ പുലി ചേട്ടാ ഇവന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടാവോ? ഫീഡാണോ? ടൈമില്ല. വേറെ ആരെടുത്ത് പോയി കാണാൻ അല്ല പിന്നെ അതിനെ അടുത്ത് മാത്രമേ കാണുള്ളൂ. ഒന്നുമില്ല. അത് വില്ലേജിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. വില്ലേജ് ഇവിടെ ഉണ്ടാവും. ഞാൻ ചെന്ന് ഇവിടെ നോക്കിയിട്ടേ. അയ്യോ പ്ലെയിൻസ് കാണാൻ എനിക്കിഷ്ടമല്ല. പ്ലെയിൻസ് ഇഷ്ടമൊക്കെയാണ്. അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ. കൃത്യ ടൈമിൽ ഇവിടെ ലെതർ ഒന്നും കിട്ടില്ല കേട്ടോ. 2 ലെതർ വേണോ 3 ലെതർ വേണോ?
2 ലെതറാണോ 3 ലെതറാണോ എനിക്ക് ഓർക്കില്ല. 2 ലെതറാണോ 3 ലെതറാണോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ കേട്ടോ. 3 ലെതർ. ഷീൽഡ് എപ്പോഴും ക്രാഫ്റ്റ് ചെയ്താൽ ഷീൽഡ് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടാകും. ഇത് കാരണം ഫസ്റ്റ് ഞാൻ ഒരു ഷീൽഡ് ഒന്ന് ഉണ്ടാക്കി. പക്ഷെ 2 ലെതർ ഒപ്പിക്കണം. എവിടെ നിന്ന് ഒപ്പിക്കും? അത് മത്തങ്ങയാണോ കണ്ണ്? മത്തം മുത്തിയ കുമ്പളം മുളക്കില്ല. ഏതിലാണോ നോക്കിയിട്ട് ഓഹൈ 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 ഹൈ ഓഹൈ 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 കാണാരകം. ഹലോ 2 ഉണ്ട്. വേറെ ചൊറിയാൻ നിൽക്കണ്ട. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചങ്ങോടും വേണ്ട. അയ്യോ വില്ലേജ് ഏതായിരുന്നു? ആ ഭാഗത്തോട്ടല്ലേ മാർക്കല്ലേ? ഈ ഭാഗത്ത് തന്നെ ചുറ്റിക്കറങ്ങിയാൽ മതി. എങ്ങും വേണ്ട. പോയി കഴിഞ്ഞാൽ വഴി തെറ്റി വില്ലേജ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പക്ഷെ വില്ലേജും ഇതുമ്പോൾ ഇവിടെ കുറഞ്ഞു. വില്ലേജസിനെ പറ്റിച്ചാലാണ് ഇപ്പോൾ അവിടെ ഉറങ്ങും. അത് ഇവനൊക്കെ ഒന്ന് കഴിഞ്ഞാൽ കിട്ടൂലേ? പേടിയാളാ. അപ്പോൾ അവനെ കൊലിഞ്ഞ് എനിക്കൊരു പേടിയാണോ? എന്നാൽ പിന്നെ എന്തിനാണോ എൻ്റെ മുന്നേ തവനെ കൊന്നാലേ ലെതറി അല്ല അവനെ കൊന്നാൽ ബീഫ് കിട്ടുള്ളൂ. ചിലപ്പോൾ ലെതർ കിട്ടും. മാറാ നിന്നെ ഞാൻ ഇന്ന് തീർക്കും. ലെതർ തന്നു എത്ര എണ്ണത് ഇല്ല. നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോകണ വഴി അയ്യോ ശരി പോണ വഴി മറന്നു കാശാ. അയ്യോ വില്ലേജ് പോയി ഗൈസ്. വില്ലേജ് പോയി. മൂഞ്ചി വില്ലേജ് പോയി. ആ കിട്ടി. പുതിയതല്ലേ ഓക്കെ. ലൂട്ടിയിട്ട് പുതിയതല്ലേ അല്ല പഴയ ഇതിനകത്തുള്ള എല്ലാ സാധനം അടിച്ചുകൊണ്ട് വീണ്ടും അതില്ല. എൻ്റെ വീട് കയറി അടച്ചിട്ട് പെട്ടിയിൽ എന്തൊക്കെയുണ്ട് വാണ സാധനങ്ങൾ. എന്തിനാണ് അപ്പി സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്? എന്തിനാണ് ഡിസൈൻ എൻ്റെ വീട് ഞാൻ ഡിസൈൻ ചെയ്ത് തരാം. ഞാനൊരു നല്ല മനുഷ്യനാണ്. ഞാൻ ഡിസൈൻ ചെയ്ത് തരും വീടിനൊക്കെ. കണ്ടോ ഇങ്ങനെ അല്ലാണ്ട് കൈ തട്ടിയതൊന്നുമില്ലല്ലേ? അങ്ങനെ എനിക്കൊന്നും പറ്റില്ല. ഞാനൊരു ബുദ്ധിമാനല്ലേ. പക്ഷേ എനിക്കങ്ങനെ കയറ്റിയില്ല. ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ഡിസൈനർ. പക്ഷെ എന്ത് ചെയ്യാനിപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കണേന് 1000 രൂപ തരും. ഇല്ല നമുക്ക് ചെയ്യാൻ ഈ പെട്ടി ഇപ്പുറത്ത് ഒക്കെ പെട്ടിയുടെ അടിയിൽ എങ്ങനെ നമ്മൾ ചെയ്യും? നമ്മൾ ഓക്കെ. ബെഡിൻ്റെ അടിയിൽ പറ്റില്ല. നമുക്ക് ബെഡ് പിടിക്കാൻ നേരെ ചെയ്യാം. എടാ മോനെ പേടിക്കണ്ട. എടാ മോനെ പൈസ എന്തെങ്കിലും ആസിഫിൻ്റെ വീഡിയോ കണ്ട. എടാ മോനെ പൈസ എന്തെങ്കിൽ ഹലോ അണ്ണാ എപ്പടി അണ്ണോ എപ്പടി പോടാ എനിക്കാവശ്യമില്ല. പോടാ ഓക്കെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഓക്കെ. പെട്ടി അടി ഇവിടെ എന്താ മറ്റേ തയ്യും ഇത് മാത്രമേ ഉള്ളൂ ഇവന്മാരുടെ വെട്ടിയിൽ. വേറെ വല്ലതും വെക്കാൻ പാടില്ല. പെട്ടിയിനുള്ളിൽ വിലപിടിപ്പ് ഡയമണ്ട് അങ്ങനെ വല്ലതും വെക്കാൻ പാടില്ല. അടിച്ചോണ്ട് പോവില്ലേ? പേടിക്കണ്ട. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ കാണാൻ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ബാക്കി പ്രോഗ്രസ് ആയിട്ട് വരാം. ടാറ്റാ. അയ്യോ ഞാൻ അടുത്ത വീഡിയോയിൽ ആനേനെ പറ്റായിരിക്കും. അത് നിങ്ങൾ ഓർപ്പിച്ചു. ഈ വീഡിയോയിൽ ആനേനെ ഞാൻ എന്തായാലും റെഡി ആവും. ടാറ്റാ ബൈ. ഓക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ.